കാസർഗോഡ് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു. 7 കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. നഗരത്തിലെ മാർക്കറ്റിന് സമീപമാണ് അപകടമുണ്ടായത്. 2 സ്കൂളുകളിലെ കുട്ടികളാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നത്. കുട്ടികളുണ്ടായിരുന്നു. ഓവർ സ്പീഡിലുണ്ട്. കുട്ടികളെ 7-8 കുട്ടികളെ കുത്തിമറിച്ചുകൊണ്ട് വന്ന് സ്ട്രൈറ്റ് വന്നിട്ട് നേരെ ഇവിടേക്ക് ഇടിച്ച് ഡിവറിലേക്ക് ഇടിച്ചിട്ട് പൾട്ടിയായിട്ട് രണ്ടാമത് തിരിച്ച് പൾട്ടിയായി. ഓവർ സ്പീഡിലുമായിരുന്നു. അയാൾ പറഞ്ഞ് കൺട്രോൾ പോയതാണ് പറഞ്ഞു. വണ്ടിൻ്റെ 2 സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. ചെറിയ പരിക്കേ ഉള്ളൂ. കുട്ടികളെല്ലാം ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഇവിടുന്ന് സ്പീഡ് കൂടുതലായിരുന്നു. പിന്നെ കുട്ടികൾ നിറച്ചുണ്ടായിരുന്നു. അതാ സംഭവിച്ചത്. മുഴുവൻ കുട്ടികളുണ്ടായിരുന്നു. 2 സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. 7-8 കുട്ടികളുണ്ടായിരുന്നു. വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, നേരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലെ കൂടിയിട്ട് പോകേണ്ടടുത്തേക്ക് ഒരു വണ്ടി പോയി പാസ്സായി. അങ്ങനെ ഇപ്പുറത്തേക്ക് കൂടിയിട്ട് വന്നിട്ടാകുമ്പോഴേക്ക് ഇങ്ങനെ ബർച്ച് പൾട്ടി ഈ ഡിവൈഡിലേക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ കൂടിയിട്ട് എല്ലാം ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇതാക്കിയിട്ട് കിടാക്കളെല്ലാം എത്തി ഇതാക്കിയിട്ട് വേറെ വണ്ടിയിൽ തന്നെ കയറ്റി അയച്ച് ഗവൺമെൻറ് ആസ്വദിക്കാവുന്ന അയച്ചത്. ഡ്രൈവറിൻ്റെ ഫുള്ള് പാച്ചായിരുന്നു ഒരു കൈ. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, വേഗത്തെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് 7 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടികളുടെ പരിക്ക് എത്രമാത്രം സാരമുള്ളതാണ്? പിന്നീട് എന്താണ് ഉണ്ടായത്? അക്ഷയ, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കാസർഗോഡ് മാർക്കറ്റ് റോഡിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. ഓട്ടോറിക്ഷ അമിത വേഗതയിലായിരുന്നു. ഓട്ടോറിക്ഷ പിന്നീട് റോഡിന്റെ സൈഡിൽ വശത്തേക്ക് നിയന്ത്രണം വിട്ടെത്തി പിന്നീട് നേരെ തലകയായി മറയുകയായിരുന്നു. കുട്ടികൾ 7ഓളം കുട്ടികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർക്ക് കൈക്ക് പരിക്കുണ്ട്. എന്നാൽ കുട്ടികൾക്ക് സാരമായ പരിക്കുകൾ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കുട്ടികളിപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ശുശ്രൂഷ നേടിയ ശേഷം വീടുകളിലേക്ക് മടങ്ങുകയാണ്. അധ്യാപകരും രക്ഷിതാക്കളും അടക്കം ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അക്ഷയ. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. 7 കുഞ്ഞുങ്ങൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 2 സ്കൂളുകളിലെ കുട്ടികളായി 7 പേരായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഓട്ടോ അമിത വേഗത്തിലാണെന്നുള്ള ആരോപണം ഇപ്പോൾ അവിടെയുള്ള ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്.